ചിക്കനും ബീഫും മട്ടനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നല്ലോണം വരട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു കടായിയാണ് കേട്ടോ കാണിച്ചു തന്നത്. കാസ്റ്റ് അയൺ ആണ് മെറ്റീരിയൽ വരുന്നത്. അതുകൊണ്ട് തന്നെ കാലാകാലം നിൽക്കും. നമുക്കിത് തലമുറകളായിട്ട് കൈമാറാൻ പറ്റുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. നോർമലി നമ്മൾ കാസ്റ്റ് അയണിൻ്റെ കടായി അല്ലെങ്കിൽ ചീനച്ചട്ടിയൊക്കെ വാങ്ങുന്ന സമയത്ത് ലിഡ് അധികം കാണാറില്ല. ഇതിൻ്റെ കൂടെ ലിഡും വരുന്നുണ്ട്. സീസൺഡ് ആയിട്ടുള്ള കാസ്റ്റ് അയൺ കടായിയാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റൗവിലാണെങ്കിലും ഇൻഡക്ഷനിലാണെങ്കിലും ഇലക്ട്രിക് സ്റ്റൗ ടോപ്പിലാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ്. ഹോം എസെൻഷ്യലാണ് ബ്രാൻഡ് വരുന്നത്. ഇതിൽ പല സൈസ് വ്യത്യാസമുള്ളതുകൊണ്ട് കേട്ടോ. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ബേസാണ് വരുന്നത്. നല്ല പ്രൊഡക്റ്റാണ്. ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. അല്ലാതെ വീട്ടിൽ എന്തായിട്ടൊരു കാസ്റ്റ് അയണിൻ്റെ കടായി നിർബന്ധമായിട്ടുണ്ടാവണം. ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിക്കോളി കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നജുവ അഫ്സൽ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ പ്രൊഫൈലിൽ കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ദെൻ ബയോയിൽ കാണുന്ന ആദ്യത്തെ ഓൾ പ്രോഡക്റ്റ് ലിങ്ക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ചെയ്തിട്ട് എല്ലാ പ്രോഡക്റ്റുകളുടെ ലിങ്ക് അതിൽ അവൈലബിൾ ആണ്. ഓരോ പോസ്റ്റ് അതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിം പ്രോഡക്റ്റും റിലേറ്റഡ് പ്രോഡക്റ്റുകളൊക്കെ കാണാൻ പറ്റും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാനും പറ്റും കേട്ടോ.